നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ 10-25 വർഷക്കാലമായിട്ട് ചാരിറ്റി നടത്തുന്ന ഒരാളാണ്. അതെ. എന്താണ് പൊതുസമൂഹത്തിൽ നിന്നും കിട്ടിയ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്? എനിക്കിതില് അനുഭവം എടുത്തു പറയാനുള്ള 25 വർഷത്തെ ഈ പൊതു സേവനം അല്ലെ ഈ പൊതു പ്രവർത്തനത്തില് അത് പറയാതിരിക്കാൻ പറ്റില്ല. എന്താണ്? അതായത് എനിക്കൊരു ഉമ്മായെ വാപ്പായെ എന്റെ അനാഥ മന്ദിരത്തിൽ ഞാൻ ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടില്ല. അതല്ലേ? അതായത് മുസ്ലിം കുടുംബത്തിൽ അതാണ് വാപ്പായി ഉമ്മ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോ ആ വാപ്പായി ഉമ്മാനെ എനിക്ക് ഏറ്റെടുക്കാനുള്ള ഒരു അവസരം ഇന്നുവരെ ഉണ്ടായിട്ടുമില്ല. അങ്ങനെ ആരും തേടി വന്നിട്ടുമില്ല. തികച്ചും ഹിന്ദുക്കളായ വൃദ്ധ മാതാപിതാക്കളാണ് നമ്മുടെ അനാഥ മന്ദിരത്തിൽ ഏറ്റവും കൂടുതൽ വരുന്നത്. അതിനുപരി ഞാൻ പല തെരുവോരങ്ങളിൽ ഇങ്ങനെ ഏറ്റെടുക്കുമ്പോൾ ഞാൻ അവിടെയും ഒരു മുസ്ലിം സഹോദരന് അല്ലെങ്കിൽ ഒരു മുസ്ലിം ബാപ്പയോ ഉമ്മയോ പെരുവഴി കിടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്റെ അനുഭവം അതാണ്, ഏറ്റവും വലിയ അനുഭവം. എനിക്ക് ഏറ്റവും കൂടുതൽ സഹായം ചെയ്തിട്ടുള്ള മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ്. ഈ 25 വർഷത്തെ എനിക്ക് ഒരുപാട് അനുഭവമാണ്. കാരണം അവര് ദാനധർമ്മം ചെയ്യാൻ മുൻകൂട്ടി നിൽക്കുന്ന ആൾക്കാർ, അതിനകത്ത് യാതൊരു സംശയം. കാരണം എന്റെ അനാഥാലയത്തിൽ എത്രയോ ഹിന്ദുക്കളുടെ എന്തെല്ലോ വിശേഷങ്ങൾ വരുമ്പോൾ, ഞാൻ അവരെ കുറ്റമല്ല പറയുന്നത്, വിശേഷങ്ങൾ വരുമ്പോൾ ഒരാളും അവിടെ തിരിഞ്ഞു നോക്കാനോ അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഒന്ന് അത്യാവശ്യം വരുന്നതല്ലാണ്ട് മുസ്ലിം പണ്ഡിതന്മാരുടെ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരുടെ ഒരു നൊയമ്പ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പം എന്ത് സന്തോഷമായിട്ടെന്നറിയാം. അവർ ഭക്ഷണമൊക്കെ ആയിട്ട് വന്ന് ഞങ്ങളുടെ ജാതി ഭേദ മതമില്ലാണ്ട് അവർ നമ്മുടെ ഹിന്ദുക്കളെ ആ അമ്മമാരൊപ്പം ഇരുന്ന് നൊയമ്പ് മുറിച്ച്, ഞാൻ ഉൾപ്പെടെ നൊയമ്പ് മുറിച്ച്, അങ്ങനെ വളരെ സന്തോഷമായിട്ടാണ് അവർ പോകുന്നത്. അപ്പൊ അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എത്രയോ തീങ്കാനുണ്ട്, എത്രയോ ഇതുണ്ട്. അതിലോട്ടും പോവാത്തല്ല. കാരണം അവർ പ്രായം ചെന്നവരെ ബഹുമാനിക്കുന്ന ആൾക്കാർ. കാരണം അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. കാരണം മുസ്ലിം മാതാപിതാക്കളോട് പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളതും അവരുടെ അള്ളാഹുവിന്റെ ഇത് പറഞ്ഞിട്ടുള്ളതൊക്കെ നമുക്കറിയാം. കാരണം അവരെ പഠിപ്പിച്ചിരിക്കുന്ന മക്കള് ഇന്നും അതുപോലെ തന്നെ അവരുടെ അനുസരണ പോകുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരുപാട് സഹായം കിട്ടുന്നത് എന്റെ മുസ്ലിം സമുദായത്തിൽ സഹോദരങ്ങൾ. ഒന്നും പറയാനില്ല എനിക്ക്. കാരണം വെച്ചാൽ എന്ത് ആപത്തിനും എന്ത് വിഷമത്തിനും എല്ലാവരും വിളിച്ചു ചോദിക്കും. ഈ അടുത്ത സമയത്ത് മലപ്പുറത്തുനിന്ന് നമ്മുടെ ഒരു മുസ്ലിം സംഘടന ഗ്രൂപ്പായിട്ട് അവര് 2 അനാഥരായ 2 ചെറുപ്പക്കാർ ഹിന്ദുക്കളാണ്, 2 ചെറുപ്പക്കാർ ഹിന്ദുക്കൾ. അവരുടെ ആ ഗ്രൂപ്പ് ഏറ്റെടുത്ത് എൻ്റെ അടുത്ത് കൊണ്ടുവന്നാക്കി. അവർക്ക് അതിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല. എങ്കിലും അവരത് ചെയ്യുന്ന, അവർ ഓരോന്നും ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്ന ആ ഒരു നന്മയുടെ ഒരു ഭാഗമാണ്. അവിടെ ജാതി മതഭേദമില്ലാണ്ട് നല്ല കൂട്ടായ്മയാണെന്നുള്ളത് എനിക്ക് പറയാതിരിക്കാൻ പറ്റും. ഇന്നും എൻ്റെ മാതാപിതാക്കൾക്ക് നല്ല രീതിയിൽ ഭക്ഷണവും അന്വേഷിക്കുകയും വിളിച്ചു ചോദിക്കുന്നതും എങ്ങനെ സ്ഥാപനം നടക്കുന്നു, എന്തൊക്കെയുണ്ട്, അരി വേണോ എന്ത് വേണോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് മലപ്പുറത്തുള്ള ഒരുപാട് മുസ്ലിങ്ങൾ കോഴിക്കോടൊക്കെ ഉള്ളവരുണ്ട്. അവരോട് ഞാൻ ദുഃഖകരമായ ഒരു കാര്യം പറയട്ടെ. അതായത് ഈ മലപ്പുറത്തുള്ളയും കോഴിക്കോടുള്ളയും മുസ്ലിങ്ങളെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ഇപ്പോ എതിരഭിപ്രായങ്ങൾ ചില ആളുകളുടെ ഭാഗത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവർ തീവ്രവാദികളാണ്, അവർ എന്തോ വലിയ തെറ്റ് ചെയ്യുന്നവരാണ്, അവർ കൊള്ളത്തില്ല, മലപ്പുറം എന്ന് പറയുന്ന സ്ഥലം തന്നെ കൊള്ളത്തില്ല, അവിടെയുള്ള ആളുകൾ കൊള്ളില്ല എന്ന് പറഞ്ഞ് ചില സംഘടനകളിൽപ്പെട്ട ആളുകൾ അവരെ താറടിച്ച് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവരെന്താണെന്ന് മഹേഷിനൊപ്പം പറഞ്ഞു. അതെ അല്ലെ? അതെ. അല്ല, അവരുടെ കൂട്ടായ്മ നമുക്ക് കാണാമല്ലോ. ഇപ്പൊ ഒരു പള്ളിയിലായാലും ശരി, അവരുടെ ആ വെള്ളിയാഴ്ച എത്തുമ്പോ അവരുടെ ആ കൂട്ടായ്മ, അവിടെ ഒരു വേർതിരിപ്പില്ലല്ലോ. അല്ല, ഇവിടെ ഇല്ല. അവിടെ ഒരു വേർതിരിപ്പ് അവരില്ല. അവരെല്ലാവരും അതിലേതൊരു വലിയ പണ്ഡിതനുണ്ടെങ്കിൽ അതിനൊപ്പം ഇരുന്ന് നിസ്കരിക്കും. കാരണം ഞാൻ കണ്ട അനുഭവമാണ്. കാരണം ഞാൻ ഈ കുറച്ചു കാലത്തിന് മുമ്പ് ഈ പല അമ്പലങ്ങളിൽ പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. കാരണം പൊയ്ക്കൊണ്ടിരുന്ന് ഒരുപാട് അർച്ചനയ്ക്കും മറ്റതിനും ഒക്കെ ഞാൻ സംഭാവനകൾ കൊടുക്കുന്ന ഒരാളാണ്. പോയ സമയത്ത് ഞാനൊരു അമ്പലത്തിൽ ചെല്ലുമ്പം അവിടെ നല്ല തിരക്കാണ്. അപ്പൊ എന്തോ ഒരു സാധനം ഇങ്ങനെ എറിഞ്ഞു കൊടുക്കും പോലെയാണ് ഇദ്ദേഹം പ്രസാദം എറിഞ്ഞു കൊടുക്കുന്നത്. അതുപോലെ നിങ്ങളുടെ സമുദായത്തിൽ എന്താ ഇല്ലാത്ത? എന്തുകൊണ്ട് കാണാൻ കഴിയില്ലല്ലോ? അവിടെ പൊന്നും സ്വർണ്ണമൊന്നും വേണ്ട, അവിടെ സ്വർണവും പണമൊന്നും വേണ്ട. അവിടെ ഒരു കൂട്ടായ്മയുണ്ട്, അവിടെ ഒരു ദൈവത്തിന്റെ കൂട്ടായ്മ, അല്ലാഹുവിന്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ. അത് വെള്ളിയാഴ്ച പോയി കൈയും കെട്ടിയെന്ന് നോക്കിയെന്നാ കാണാം. ഇവിടെ എല്ലാം കൊണ്ടുവന്ന് കൊടുത്തിട്ട് കൈയും വീശി പോകുന്ന ആൾ.
പിന്നെ പലയിടത്തും പോകുന്നുണ്ട്. ആ ഭഗവാൻ ദൈവങ്ങളെ വെച്ചിട്ട് പലരും ജീവിക്കുന്നവരില്ല ഈ നാട്ടിൽ. ഇനി നമ്മള് ആ പള്ളിയിലേക്ക് നമുക്ക് നോക്കാം. ആ പള്ളിയിൽ നമ്മളൊരു വെള്ളിയാഴ്ച ദിവസം, ബാക്കിയുള്ള സമയങ്ങളിൽ അവരുടെ നിസ്കാരങ്ങളൊക്കെ കറക്റ്റായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ ആ പള്ളിയിൽ ഉണ്ടാകുന്ന ആ വെള്ളിയാഴ്ചയിൽ ആ ഉച്ചയ്ക്ക് ഉണ്ടാകുന്ന ആ കൂട്ടായ്മ, അവിടെ കുളിച്ചിട്ട് വന്നോ, നീ ഐക്യമായിട്ട് വന്നോ, നീ ശരിയല്ല വന്നത് അവിടെ ചോദ്യമില്ല. ജാതി അങ്ങനെ സംഭവം ഇല്ലല്ലോ. അല്ല, ഇത് അവിടെ ഒരേപോലെ അല്ലേ. അവിടെ നമുക്ക് വേർതിരിപ്പില്ലല്ലോ. അതാണ് ഞാൻ പറയുന്നത്. അവരിൽ ഒരു വേർതിരിപ്പ് ഇല്ല. എല്ലാവർക്കും വരാൻ പ്രാർത്ഥിക്കാം. എല്ലാവരും ഒരേപോലെ പ്രാർത്ഥിക്കാം. അവിടെ ഇനി ഒരു ഭിക്ഷക്കാരനായ ഒരാള് മുൻനിരയിൽ നിസ്കരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പിൻനിരയിലായിരിക്കും അവിടെ അതാണ് ഞാൻ പറഞ്ഞത്. കോടീശ്വരൻ. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ആ മക്കളെ പഠിപ്പിച്ചതിന്റെ ഫലമാണ് ഇന്നും ഈ നാട്ടിൽ ഇന്നും നിലനിന്ന് പോകുന്നത്. പിന്നെ അങ്ങനെയുള്ളവരെയല്ലേ കൂടുതൽ കുറ്റം പറയും. നമ്മൾ തീവ്രവാദിയാണ്, അല്ലെ മറ്റേയാണ്, മറിച്ചാന്നൊക്കെ പറയുന്നത്. അത് അങ്ങനെ കാണുന്നത് കൊണ്ടാണ്. അങ്ങനെ സംഭവമില്ല. അവര് പിന്നെ എന്താ പറയാ, നല്ല മര്യാദയുള്ള നല്ല മനസ്സിന്റെ ഉടമകളാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. എന്നെ ആരൊക്കെ എന്തൊക്കെ പ്രതികരിച്ചാലും അനുഭവം കൊണ്ട് പറയാണ്. ഞാൻ തുടങ്ങിയ എന്റെ ജീവിതത്തിൽ ഞാൻ ആന്ധ്രാപ്രദേശത്ത് ഒറ്റപ്പെട്ട സമയത്തും ഞാനൊരു മുസ്ലിമിന്റെ കൂടെയാണ് ഞാൻ പണിയെടുത്തതും അദ്ദേഹം വെച്ച് തന്ന ആഹാരവും കഴിച്ചു കിടന്നതും. 17 വർഷം അദ്ദേഹത്തിന് എന്നെ വേർതിരിപ്പിൽ കണ്ടില്ല. മക്കളെ പോലെ തന്നെ അദ്ദേഹം ഉടുക്കുന്ന ഡ്രസ്സും അദ്ദേഹം ഇടുന്ന ഡ്രസ്സും എന്റേതും ആ ഉമ്മ കഴി തരിക. അവിടെ ഒരു വാക്കോ മാറി. അതേപോലെ ഞാൻ കണ്ണൂർ ഒരു നോയമ്പ് മുറിപ്പിന് ചെന്നപ്പം ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആ ഒരു അജിക്കാരുടെ വീട്ടിലെ പോയി. അവിടെ അജിക്കാരെന്ന് കണ്ണൂർ പറഞ്ഞു. അജിക്കാരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ മഹേഷ് ബാബു പറഞ്ഞ ഉള്ളിൽ കയറ്റി. അവർ കാപ്പി കുടിക്കുന്നിടത്താണ് എന്നെയും കൊണ്ടിരിക്കുന്നത്. നോയമ്പ് മുറിക്കുന്ന സമയം എനിക്ക് കൊണ്ടുവയ്ക്കുന്ന ഒരു മീനടയാണ്. പക്ഷെ ഈ മീനട എന്താന്ന് എനിക്കറിയില്ല. നല്ല അയില കറി വെച്ച് മാവില് അടയുണ്ടാക്കി, അടയും ഒരു നല്ല കട്ടൻ സുലൈമാൻ എനിക്ക് കിട്ടി. അപ്പൊ അവര് ആ ഭക്ഷണം കഴിക്കുമ്പോ, അല്ലെങ്കിൽ ഞാൻ നോയമ്പാണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ അമൃത്തി ഇത് കൊടുത്തു അത് കൊടുത്തു, അങ്ങനെ അല്ലല്ലോ. അവരൊരാള് ചെന്നാൽ ആ നോയമ്പ് സമയത്ത് കൂടിയിരുത്തി ഊട്ടാൻ നിങ്ങളെപ്പോലെ വേറെ മുസ്ലിമിൽ ഒരു അതിനൊരു യാഥായം ചെയ്യും. അതാണ് എന്റെ സത്യം, എന്റെ അനുഭവം കേട്ടോ. ഇതുവരെ ഉണ്ടായിട്ടതും ഈ 35 അന്തോവാസികൾക്ക് രാഗം പകലും വിളിച്ചു ചോദിക്കാനും സഹായിക്കാനും എൻ്റെ മുസ്ലിം സഹോദരങ്ങളും ആ മതത്തോടും എനിക്ക് ഒരുപാട് അഭിമാനമാണ്. അത് യാതൊരു സംശയം. വളരെ നന്ദി മഹേഷേട്ടാ. കാര്യം മഹേഷേട്ടന്റെ പോലുള്ള ആളുകൾ ഈ ലോകത്ത് ഒരുപാട് പേരുണ്ടായിരുന്നുവെങ്കിൽ ലോകം കുറച്ചുകൂടെ നന്നായേനെ. തീർച്ചയായിട്ടും. കാര്യം മതത്തിന്റെ വേർതിരിവില്ലാതെ, മതത്തെ കുറ്റം പറയാതെ ഒക്കെ നല്ലപോലെ തന്നെ മുമ്പോട്ട് പോകുന്ന മഹേഷേട്ടന് 1000 അഭിനന്ദനങ്ങൾ. ഇനിയും ഒരുപാട് ദൂരം അങ്ങനെ പോകാൻ സാധിക്കണം. തീർച്ചയായിട്ടും.